ഹലോ. ആ കോമള, എല്ലാവരും 12 മണിക്ക് എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വണ്ടിയൊക്കെ ഉണ്ടേ, ട്രാവലറാ. എ സി ഉണ്ട്. ഓ പിന്നെ നീ എ സിയിലല്ലേ നിന്നെ പ്രസവിച്ചിട്ടത്. ആ പിന്നെ ആ വയനാടുള്ള മറ്റേ ആദിവാസിയുടെ മൂപ്പനുണ്ടല്ലോ മെയിൻ ആൾ, അയാളെ വിളിച്ചിട്ട് ഈ ക്ലീറ്റോ സാറ് പ്രസംഗിക്കുമ്പോൾ എല്ലാവരും കൈയടിച്ചോണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞോ? ആ അത് വേണം കേട്ടോ. ചാനലൊക്കെ വരുന്നതാ, പ്രത്യേക ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട് നമ്മളെ, അതുകൊണ്ടാണ് കേട്ടോ. ആ ശരി എല്ലാവരും സമയത്ത് എത്താൻ പറയും. ഊണൊക്കെ നമുക്ക് വഴിയിൽ നിന്ന് കഴിക്കാടേ. ഓ ശരി ഓക്കെ. ക്ലീറ്റോ പോവാൻ തീരുമാനിച്ചല്ലേ? ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ ഞാൻ പോകുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ പോണ്ടാന്ന്. നീ പോണ്ടാന്ന് പറഞ്ഞ ഇത് അങ്ങനെയൊന്നും തീരുമാനിക്കണം. ഇത് തീരുമാനം പാർട്ടിയുടെ തീരുമാനമാണ്. നിങ്ങളിപ്പോ എന്ത് മലമറിക്കാൻ പോണത് അങ്ങോട്ട്? എടീ, വയനാടുള്ള ആദിവാസികൾക്ക് ഒരു ബോധവൽക്കരണം, ഒരു സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ പങ്കെടുക്കാൻ പോവാ. ഞാൻ പറഞ്ഞല്ലോ. ബോധവൽക്കരണം. അവർക്കിപ്പോ നല്ല ആവശ്യത്തിന് ബോധമുണ്ട്. നിങ്ങളായിട്ട് ചെന്ന് അവരുടെ ബോധം നശിപ്പിക്കാതിരുന്നാ മതി. ബോധം ഉണ്ടാക്കി സംഘടിപ്പിച്ചേക്കുന്നത് കുറെ കോളേജ് പിള്ളേരാ. ആ അങ്ങനെയുള്ള ചെറുപ്പക്കാരൊക്കെ ചെയ്യട്ടെ. ഇത്ര നാളായിട്ട് നിങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അങ്ങനെ ചെറുപ്പക്കാർ ഓരോന്നും സംഘടിപ്പിക്കട്ടെ, അതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് കൂടെ കിട്ടണ്ടേ പാർട്ടിക്കാർക്ക്. ആ ഇതാ ഞാൻ പറഞ്ഞത്. കണ്ടവന്റെ പാത്രത്തിൽ കൈയിട്ട് വാരി പരിശീലിച്ചു. ആ അതങ്ങനെയൊക്കെ തന്നെയാണ് രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണടി. നാണോ ഇല്ല ഒന്നും. ചാനലുകാരൊക്കെ വരുന്നതാ, നമുക്ക് അതിന്റെ ക്രെഡിറ്റ് നമുക്ക് കിട്ടണം. അത് തന്നെയാ പറഞ്ഞത്. എന്താന്ന് അവിടെ എന്താന്നാ പറഞ്ഞത്? അതായത് നാളെ ലോക ഹാൻഡ് വാഷ് ഡേ ആണ്. ഹാൻഡ് വാഷ് അറിയാമോ? അതായത് കൈ ശുചീകരണം. നമ്മൾ ഭക്ഷണം കഴിക്കാൻ കൈ കഴുകി വൃത്തിയാക്കണമല്ലോ, അതിന്റെ ഒരു ബോധവൽക്കരണം എഴുത്തുങ്ങൾക്ക് കൊടുക്കാൻ പോവാണ്. ആദ്യം അവർക്ക് വല്ലതും തിന്നാൻ കൊടുക്കുക ക്ലീറ്റോ, എന്നിട്ട് കൈ കഴുകാൻ പഠിപ്പിക്കും. അതെങ്ങനെയാ? കുടുംബം ഇവിടെ പട്ടിണി, അതൊന്നും നോക്കാൻ നേരെയില്ല. ലോകം നന്നാക്കാൻ നടക്കണം. ഇവിടെ അത്രയ്ക്ക് പട്ടിണിയും ദാരിദ്ര്യമാണോടി ഈ വീട്ടിൽ? ആണോടി? ഇച്ചിരി സാമ്പത്തികത്തിന്റെ കുറവുണ്ട്, അല്ലാതെ ഇവിടെ പട്ടിണിയൊന്നും ആരും കിടക്കണില്ലല്ലോ. നമ്മളെക്കാളും പട്ടിണി കിടക്കുന്ന ആൾക്കാർ ലോകത്തുണ്ട്. മഹാത്മാഗാന്ധിയോ? ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ഇങ്ങനെ തന്നെ പറഞ്ഞോണം കേട്ടോ. എനിക്കിതൊന്നുമല്ല വലുത്, എനിക്ക് എന്റെ കൊച്ചും കെട്ടിയാനാ വലുത്. അയ്യോ, എനിക്ക് എന്റെ കൊച്ചും ഭാര്യയും പോലെ വലുത് തന്നെയാണ് എന്റെ നാട്ടിലുള്ള ജനങ്ങളും. കൊച്ചിന്റെ സ്കൂളിൽ പോണെന്ന് പറഞ്ഞില്ലേ? പൊന്നെ, അതിന് നീ അങ്ങോട്ട് പോയി കാര്യം എന്താണെന്ന് അന്വേഷിച്ചാ പോരെ? നമ്മളെ രണ്ടുപേരും കൂടി അല്ലേ വിളിച്ചേക്കണേ? ഞാൻ ഒറ്റയ്ക്ക് പോയാൽ എങ്ങനെയാ? ഓ, അത് ഈ സ്കൂളുകാരുടെ ഒരു പതിവ് പരിപാടിയാ. രണ്ടാളെയും കൂടെ വിളിച്ച് അവിടെ എഴുതിയിട്ട് അവരുടെ കുറെ ഗുണ്ടുകളും കൂടെ തള്ളി വിടുക, എന്നിട്ട് എന്തെങ്കിലും പൈസ അടിച്ചു. നിങ്ങൾക്ക് അങ്ങനെ അറിയാം? നിങ്ങൾക്ക് വല്ല കണിയാന്റെ പരിപാടി ഉണ്ടോ? പിന്നെ അല്ലാണ്ട് പിന്നെ എന്തിനാണ് അവർ വിളിക്കുന്നത്? ഓ സ്കൂളിൽ പോയിട്ടെന്നാ നിങ്ങൾ പൊക്കോ. എനിക്ക് പറ്റൂല, എനിക്ക് പാർട്ടിയുടെ ആവശ്യം ഞാൻ തോന്നുമ്പോ കയറി ചെല്ലാണെന്ന് പറഞ്ഞ ആളല്ല. നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ വണ്ടിയുടെ ടയർ പഞ്ചറായി. ആ പഞ്ചറായി ഞങ്ങളങ്ങ് സഹിച്ചു, ഞങ്ങൾ നടന്നു പോക്കണം. നടക്കും. ഈ സ്കൂളുകാരോട് പറ കൊച്ചിന്റെ തന്ത ഗൾഫിലാണെന്ന് പറ. പിള്ളേരോട് പഠിക്കണ്ട് അങ്ങനെ പറഞ്ഞാലോ? എന്നാ പിന്നെ നീ അങ്ങനെ പറയടി. ഒരു വഴിക്കിറങ്ങുമ്പോ അവളുടെ സംസാരം കേട്ടില്ല. എടുത്തിട്ടില്ല എങ്ങോട്ടാ പോണേ? അത് എടുത്തെന്ന് എന്താ കുഴപ്പം? വേണ്ട, നീ എടുത്തു തരണ്ട. ഭർത്താവേ ഒരു രീതിയിലും പ്രിൻസിപ്പലിനെ കാണുമ്പോ മനുഷ്യന്റെ കൈയും കാലും മറിക്കുക. ആ മനുഷ്യനോടൊന്ന് വരാൻ പറ, അത് കേൾക്കൂല. 24 മണിക്കൂർ പാർട്ടി. അടുത്തത് നേരത്തെ കളി വേണ്ട, പറ്റില്ല. അത് കൊള്ളില്ലല്ലേ, കള്ളക്കളിയാ മാമൻ. അടുത്ത നമുക്ക് ഒരു മടി കിടിയൊന്നും വേണ്ട, വേറെ പാസും കൂസൊന്നും വേണ്ട, വേറെ കളി പറ. എന്റെ ദീർഘമായൊരു ഇതിനകത്ത് ഞാൻ കണ്ടുപിടിച്ച കളിയാണ് സുബകരോമി ആരോമി. എന്റെ സ്കൂളിൽ കളിയാണ്. സുബകരോമിയോ? ആരോമി. കളിക്കാം. ആദ്യം കൈ വെക്കേ, ഇവിടെ വെക്കേ. സുബകരോമി ആരോ മീ ഞാൻ ജ്യൂസ് പൊട്ടറ്റോ. അയ്യോ, സുബകരോമി ആരോമി ഞാൻ ജ്യൂസ് ആൻഡ് ജ്യൂസ് സോസ് പൊട്ടറ്റോ ചിപ്പ്. ഓ അങ്ങനെ അല്ല, സോസ് പൊട്ടറ്റോ എന്റെ കയ്യിൽ ചിപ്പ്. സോസ് പൊട്ടറ്റോ വീണ്ടും ചിപ്പ്. ഗ്രീൻ. ആ അങ്ങനെ അടിക്കല്ലേ, ഇങ്ങനെ അടിച്ചാൽ എന്റെ പൂവെടുത്താ. ഗ്രീൻ റോൾ, മട്ടൺ റോൾ, ചിക്കൻ റോൾ. മടക്ക്, എന്നിട്ട് അടി. മാമ അങ്ങനെ അല്ല, ഇങ്ങനെ അടിക്കണം. അത്ര അടിക്ക. സുബകരോമി ആരോമി ഞാൻ ജോസ. ഞാൻ എന്ത് ചെയ്യാ? അതെ, നിന്റെ അമ്മ എവിടെ പോയി കിടക്കാണ്? അമ്മ മീറ്റിങ്ങിന് പോയതാ. ഇതിപ്പോ എന്റെ സമയം കഴിഞ്ഞ, ഞാൻ നിനക്ക് കാവലിരിക്കാൻ തുടങ്ങിയിട്ട് നേരെ എത്രയായി? അമ്മ പിന്നെ കൊറേ നേരം ആവുമല്ലോ. ഒരു കാര്യം ചെയ്, അമ്മ വെക്കോ, ഞാൻ. അയ്യോ പറ്റില്ല. നീ എവിടെക്കെങ്കിലും ഇറങ്ങാൻ തിരിഞ്ഞു പോകും.
അമ്മ ഒന്നും എന്നെ ചീത്ത പറയും. കളിക്ക്. ആ പഠിച്ചോ? ആ അറിയാലോ, ഇനി തെറ്റിക്കല്ലേ ഞാൻ പോവും. ഇല്ലല്ല സുഭകരോമി ആരോമി ആൻജൂസ് സോസ് പൊട്ടറ്റോ ചിപ് സോസ് പൊട്ടറ്റോ. അത് എന്തെന്നാണ് ഈ കാണിക്കണത്? നീ എപ്പ പോയതാ? എനിക്ക് ഓഫീസിൽ പോകുന്നു വേണ്ടേ? നീ പൊക്കോ, തക്കിലിരുന്നേറ്റേ മതി. നീ ഇനി കളിക്കണ്ട, എന്നേക്ക്. എന്തെന്നാണ്? അവൾക്ക് സ്കൂളൊന്നും ഇല്ല, അവള് കുറച്ചു കളിച്ചിട്ടുണ്ടോ? വേണ്ട, അവള് കളിക്കണ്ട. ഇനി മേലാ നീ കളിച്ചിട്ടുണ്ടെങ്കിൽ അറിയാതക്കടി. നിക്ക്, എന്താ കാര്യം? കുട്ടികൾ ഈ പ്രായത്തിൽ കളിക്കണ്ടേ? കളിക്കണ്ടല്ലേ വേണ്ടത്? അപ്പോഴവരെ ബുദ്ധിയും ഇതൊക്കെ വികസിക്കുള്ളൂ. ഇവക്ക് ബുദ്ധി വികസിച്ച് എങ്ങോട്ട് പോണെന്നറിയാമോ? നോണച്ചി കള്ളിയായിട്ട് വരും അവള്. കള്ളി, പെരുങ്കള്ളി. എന്തൊക്കെ നീ പറയണ? എടാ ഞാൻ ഇവളുടെ തക്കിളി, നിനക്ക് പരീക്ഷ പേപ്പർ കിട്ടിയോ? നീ എങ്ങോട്ടേയും നോക്കാ, തിരിഞ്ഞിരിക്കണ എങ്ങോട്ടാ? നിനക്ക് പരീക്ഷ പേപ്പർ കിട്ടിയോ? ഞാനായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ. സത്യം ഇങ്ങോട്ട് പറഞ്ഞോ. ഉറപ്പാണോ? കിട്ടിയോ? ആ സ്കൂളിൽ പോയി നാണം കെട്ടിട്ട് വരിക. നീ ചിരിക്കണ്ട. എന്താ പറ്റി? അവൾക്ക് പരീക്ഷാ പേപ്പർ കിട്ടിയിട്ട് അവള് വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചെന്നറിയാം, മോളെ പരീക്ഷാ പേപ്പർ കിട്ടിയെന്ന്. ഇല്ലമ്മ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. പരീക്ഷ പേപ്പർ കിട്ടിയില്ലെന്ന് പറഞ്ഞത് ഒരുമിച്ച് കൊടുക്കാന്ന് ചോദിച്ചില്ലെങ്കിൽ ഓരോന്നത്തിനും മാർക്ക് കുറഞ്ഞു. നിനക്കറിയാലേ മാർക്ക് കുറവാന്ന് നിനക്കറിയാലേ. നീ എന്തിനാണ് സ്കൂളിൽ പോണത്? സ്കൂളിൽ പോണത്? അതെ, പിന്നെ മാർക്ക് കുറഞ്ഞില്ല എന്നുള്ളതല്ല. നീ എന്തിനാ അമ്മോട് നോണ പറഞ്ഞു കിട്ടിയിട്ടില്ല? എന്താണ് നീ ഉദ്ദേശിക്കണത്? അങ്ങനെ പറയാൻ പാടോ? എന്താ ഈ കാണിക്കണത്? നിനക്കറിയാൻ പോണേ നിനക്കില്ലല്ലോ വിഷമം. കുഴപ്പമില്ല. ഇനി പറയില്ല. തങ്കം എന്താ നിന്റെ ഉദ്ദേശം? നീ ചെയ്യും ഇങ്ങനെ? നീ പേപ്പർ എന്ത് ചെയ്ത്? കത്തിച്ചോളല്ലേ? നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചു പേപ്പർ കിട്ടിയെന്ന് ചോദിച്ചോ? നിന്റെ മാർക്ക് കുറഞ്ഞതിന് അമ്മ എപ്പോഴെങ്കിലും വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? നിന്നോട് 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് നോണ പറയരുതെന്ന്. അടിക്കല്ലേ നിന്നെ കൊല്ലണം. അമ്പടി കേമി നീ എനിക്ക് വേണ്ട. സോറി പറയണ്ട. നീ അമ്മയുടെ മോളല്ല. കള്ളപ്പറച്ചില്. ഇംഗ്ലീഷിന് 4, മലയാളത്തിന് മാത്രം. മലയാളം മാത്രം പഠിച്ചാൽ മതി. മാത്രം പഠിച്ചാൽ മതിയോ? നീ എന്ത് കാര്യത്തിന് സ്കൂളിൽ പോയത് ഇത്ര നാളും? പഠിക്കാൻ പറയുമ്പോ അവൾക്ക് കളി കഴിഞ്ഞിട്ട് നേരമില്ലല്ലോ. എഴുതി പഠിക്കടി. ബുക്കൊക്കെ വിരിച്ച് കേമത്തി. ചെറിയ കൊച്ചല്ലേന്നോർത്ത് പുന്നാരിച്ച് വഷളാക്കിയല്ലേ നിന്നെ. കാണിച്ചാ നീ
നിന്റെ അപ്പനും വരട്ടെ, നിന്റെ അപ്പനും നിന്നെ നോക്കാൻ നേരെയില്ലല്ലോ. ഈ കൂട്ടുകാരെന്നും പറഞ്ഞ് ഇവിടുന്ന് പഠിക്കുന്ന പുറത്തിറങ്ങും. ഡാൻസ്, പാട്ട്. ഒച്ചത്തിൽ വായിച്ചെടുത്തടി. നിനക്കെന്താ പറഞ്ഞെഴുതാൻ അറിഞ്ഞൂടെ? ഞാനങ്ങ് വന്നാ ഇനിയും കിട്ടും നിനക്ക് എന്റെ എഴുതുന്ന കേട്ടാ. നീ മാത്രമൊന്നല്ല കൊച്ചുങ്ങളായിട്ടുള്ളത് ഈ ലോകത്ത്. ഞാനിപ്പോ പുറത്തു പോയിട്ട് വരും. അവിടെ ഇരുന്ന് പഠിച്ചോളണം. മാമന് വരും, മാമിയൊക്കെ വരും വിളിക്കാൻ. ഇവിടുന്ന് ആണെങ്കിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒന്നോളെ ഞാൻ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്റെ മോളുടെ കളിയെല്ലാം കഴിഞ്ഞിട്ട് ഇതോട് വരും. தக்களி என்னாச்சு தக்களி? അമ്മ എന്നെ വഴക്കൂറും. எதுக்கு? പരീക്ഷയ്ക്ക് 3 പേപ്പർ ഞാൻ തോറ്റു. ആ പേപ്പർ ഞാൻ തീ കെട്ടിക്കളഞ്ഞു. അമ്മ പറഞ്ഞപ്പോ വരക്കും പറഞ്ഞ് അടിച്ചു. அதுக்கெல்லாம் பிரச்சனை இல்லை, அம்மா தானே சொன்னது. ഇല്ല, അമ്മ ഇഷ്ടമല്ലതും വേണ്ടത്. அதெல்லாம் இல்லை, அம்மாவுக்கு உண்மையில தான் ஸ்நேகம். ഇല്ല, അമ്മ പറഞ്ഞു അവയ്ക്കത് ഇഷ്ടമല്ല. இல்லை, அம்மாவுக்கு உண்மையில தான் ஸ்நேகம். ഇല്ല. சரி, அப்படின்னா டெஸ்ட் பண்ணி பார்ப்போமா? அதுக்கெல்லாம் ஒரு வழி இருக்கு. തക്കളി മിണ്ടാട്ടില്ലല്ലോ. പഠിക്കാൻ പറഞ്ഞിട്ട് പോ. കണ്ടോ പോയി. തക്കളി, നിന്നോട് അമ്മ എന്താടി പറഞ്ഞത്? തക്കളി, ഞാനങ്ങ് വന്നാ കിട്ടൂട്ടാ നിനക്ക്. ഡീ തക്കളി, കൊണ്ടോ നാട് വിട്ടു പോയി തോന്നുള്ളു. ഡീ ശരിയാക്കി തരാടി നിന്നെ. തക്കളി, 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 മോനെ, മോനെ, കുഞ്ഞേ, തക്കളിയേ, മോനെ, കുഞ്ഞേ, മോനെ, തക്കളിയേ, കുഞ്ഞേ, തക്കളി, മോളെ, കുഞ്ഞേ, 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 തക്കളി, ഏയ് വന്നില്ലേ? വന്നില്ല. ഹോ ഭാഗ്യായി. ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പേരിലാവുന്നു ചോദ്യം പറച്ചില്ല. ചേട്ടനെന്താ വൈകിയത്? ആ ലേശം വൈകി. എന്തോ എൻ്റെ ചേട്ടാ.
ഒപ്പിട്ട്. നീ വൈകൂന്ന് പറഞ്ഞോണ്ടാ ഞാൻ പിന്നെ വണ്ടിയായിട്ട് വരാതിരുന്നത്. ആ രാവിലെ കൊച്ചിനെ നോക്കലായിരുന്നു പരിപാടി. തങ്കൻ രാവിലെ എന്തോ ഒരു പരിപാടിയായിട്ട് രാവിലെ പോയി. ക്ലീറ്റസിന് പിന്നെ സൗകര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ ജവന്തി ഇല്ല, അമ്മയില്ല. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരിക്കാന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അവിടെ ഇരുന്നതാണ്. ഞാനോടത്ത് വല്ല അത്യാവശ്യമായിരിക്കും. ഒരു അത്യാവശ്യമില്ല. ഇന്ന് 3-4 സ്ഥലത്ത് പോകാണ്ടേക്കാം. ആ പോവാം. ഹലോ, ആ എന്താ തങ്കം? എന്ത് കൊച്ചിനെ കാണാനില്ല എന്നാ? അപ്പൊ നീ ഉണ്ടായില്ലേ അവിടെ? ഇല്ലടി, അവിടെ എവിടെയെങ്കിലും കാണും. ചിലപ്പോൾ അടുത്തെങ്ങാനും പോയി കാണും. അടുത്ത വീട്ടിലെവിടെയെങ്കിലും. നോക്കിയാ? പിന്നെ കുട്ടി എവിടെ പോവാൻ? നീ ഇങ്ങനെ കരയല്ലേ? കരയുന്നതിന് അവിടെ എവിടെയെങ്കിലും കാണും തങ്കം. അപ്പൊ ക്ലീറ്റസോ? ഞാനിവിടെ ഓഫീസിലല്ലേ. നീ ഒന്ന് കരയാതിരിക്കുക. അതിന് മാത്രമുള്ള വിഷയമൊന്നുമില്ല. അവിടെ എവിടെയെങ്കിലും കാണുന്നു. ആ എന്നാ ശരി. ആ ഓക്കെ ഓക്കെ, വെച്ചോ ഞാൻ വരാം. വന്നോ? കൊച്ചിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അവള് കരയുന്നു. എനിക്ക് പയ്യ, ഞാനിപ്പോ എന്ത് ചെയ്യണം? അതിൽ തക്കളിനെ ആ അവളെവിടെ പോകാനാണ്? അപ്പുറത്തെ വീട്ടിലെവിടെയെങ്കിലും പോയി കളിക്കണ്ടാവുന്നു. ഉവ്വെന്ന് അവിടൊക്കെ പറഞ്ഞു, ഞാൻ പറഞ്ഞു. പക്ഷെ അവള് പോയി നോക്കിയെന്നാ പറഞ്ഞേ. ആ തമിഴൻ ചേക്കൻ്റെ വീട്ടിലുണ്ടാവും ചിലപ്പോ. ഒരു കാര്യം ചെയ്തേ, നീ ആ വണ്ടി എടുത്താ ഒന്ന് പോണം. എന്തിന്? നീ പോയി നോക്കിയിട്ട് വാ. അല്ലാതെ ആ വണ്ടി എടുത്തിട്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലല്ലോ. കൊച്ചവിടെ പോകാൻ അത് വീട്ടിൽ തന്നെ ഉണ്ടാവും. വെറുതെ എന്തിനാ? അവൾ അവിടെ കരഞ്ഞോണ്ട് നിൽക്കുകയാണെന്ന് പെട്ടെന്ന് ചെല്ല. എന്തൊരു കഷ്ടമാണ്. നീ ഒരു പണി ചെയ്യ്, വീട്ടിൽ തന്നെ ഇരുന്നു. പണിക്ക് വരാതിരിക്കാനല്ലത്. നടക്ക്. എന്നെ അവിടെ ഇറക്കിയിട്ട് നീ പൊക്കോ. ഇറക്കാനും നിർത്തി. അങ്കം എന്താടി? എവിടെ പോയി? എനിക്ക് നോക്കിയാ, അതൊക്കെ നോക്കിയാ. അവളവിടെ പഠിക്കാൻ എഴുതിട്ട് അടുക്കളയിൽ നിൽക്കായിരുന്നു. കുറെ കഴിഞ്ഞപ്പോ കൊച്ചിന്റെ ഒച്ചയൊന്നും കേട്ടില്ലടാ. വീട്ടിൽ നീ കൊച്ചിനെ വഴക്ക് പറഞ്ഞാ? അങ്ങനെ തല്ലിയാ? ചെരുപ്പൊക്കെ അവിടെ അടുത്ത് തീർപ്പുണ്ടല്ലോ. ദേഷ്യം വന്നപ്പോ ഞാനൊന്ന് അടിച്ചതാ. എന്റെ മോളെ എവിടെ പോയി നോക്കാനാണ്? ആ ക്ലീറ്റസിന്റെ കൂടെ പുറത്തൊക്കെ എങ്ങനെ പോയിട്ടുണ്ടാവുന്ന അവനെ വിളിക്കുന്നത്. എണീക്ക്. എങ്ങനെ കരഞ്ഞിട്ടെന്താ കാര്യം? എവിടെയും നോക്കാം. ക്ലീറ്റസ് എന്തിയേ? ക്ലീറ്റർ വയനാട് പോയി. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വീട്ടിലെങ്ങാനും പോയി കാണോ? ഞാൻ എല്ലായിടത്തും നോക്കി. ശരിക്കും നോക്ക അവിടെയൊക്കെ. തക്കളി മോനെ, നീ കിണറ്റില് വല്ലതും വീണ്ടാണ്. അതല്ലേ ഇതിന് വെള്ളം ഉണ്ടാന്ന് നോക്കിയാണ്. അവിടെ നോക്ക്. ഇല്ല ഇത് പൊക്കിയാച്ച അവള് ചാടുവോ? പോ തക്കളി. തക്കളി മോളെ, തക്കളി. തക്കളി മോളെ. അവൾ ചെരുപ്പകത്ത് കിടപ്പുണ്ടെന്നേ. തക്കളി മോളെ. തക്കളി മോളെ. ക്ലീറ്ററുടെ മോളെ അറിഞ്ഞൂടെന്ന് പറഞ്ഞ നീ ഇവിടെ ഇല്ലായിരുന്നാ? ഞാൻ അടുക്കളയിലായിരുന്നു. തക്കളി അവിടെ നോക്കിയാ ഇവിടെ വാതിൽ നിർത്തിട്ട് നീ എവിടെയെങ്കിലും പോയാ? അവിടെ ഒന്നും ഇല്ലല്ലോ. തങ്ങളുടെ വാതിൽ നിർത്തിട്ട് എവിടെയെങ്കിലും പോയത്? നീ അവിടെ ഇവിടെയൊക്കെ നോക്കണം. അവിടെ ഒന്നും കാണാനില്ല. ആ കിണറിന്റെ അവിടെ വല്ലയിടത്തും ഉണ്ടാവും. അതെ, ആ പൊട്ടക്കടറിന്റെ ഭാഗത്തേക്ക് എങ്ങനെ കളിക്കാൻ പോയാ? ഇവിടെ പറമ്പിലും കളിക്കാൻ പോയാ? അക്കം, നീ എപ്പോഴാ കാണാതായത്? ക്ലീറ്റർക്ക് മാർക്ക് പറഞ്ഞത് ഞാൻ കുറെ തല്ലിലിട്ട. കൊച്ചിന് ആവശ്യമില്ലാതെ ദയോദരം ചെയ്യരുത്. എന്താണ് ഈ കാണിക്കണത്? പറഞ്ഞ പക്ഷേ എന്റെ കൊച്ചിനെ വല്ല പറഞ്ഞു. എന്താണ് എന്തിനായി ബഹളം ഉണ്ടാക്കുന്നത്? കൊച്ചിനെ തല്ലിയടിയാ. അവളെ പിടിച്ചോക്കെ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവരുടെ കൊച്ചിനെ ഉപദ്രവിക്കരുത്. അടങ്ങിയിരിക്കന്റെ ക്ലീറ്റസ്, സമാധാനാവ്. നീ ഒന്നും മിണ്ടായിരിക്കണം. നീ ആ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞേ. പിള്ളേരെ തട്ടിക്കൊണ്ടുപോകണവരൊക്കെ ഇറങ്ങിയിട്ടുണ്ടേ. വിളിക്കളയാ.
അവളെയും കൊണ്ടൊന്ന് പോന്റെ ക്ലീറ്റസേ. ഹലോ ഹലോ പോലീസ് സ്റ്റേഷനല്ലേ? എവിടെ പോയതാടി? അതോ നമ്മ പറഞ്ഞില്ലേ എന്റെ ഇഷ്ടമല്ലെന്ന് എനിക്കിനി വേണ്ടെന്നും തന്നെ. മുരുകൻ ചേർന്ന പറഞ്ഞ കട്ടിന്റെ അടിയിൽ കയറി ഒളിച്ചിരിക്കാൻ അമ്മയ്ക്ക് ഇഷ്ടമുണ്ടോന്ന് അറിയാം. അത് വന്ന് കണ്ടുപിടിച്ച അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെന്ന് അർത്ഥം. പക്ഷെ ഞാൻ ഉറങ്ങിപ്പോയ അമ്മ. സോറി. എന്തിനാ കരയണ? ഞാൻ കള്ളം പറയൂല കേട്ടോ. മാർക്കും വാങ്ങാം. സോറി. കരയില്ലേ അമ്മ? കരയല്ലേ? സോറി. Alien versus Alien.